റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് എന്ന അതിവേഗ റെയിൽ പദ്ധതിക്ക് ഇപ്പോൾ മന്ത്രിസഭ അംഗീകാരം നൽകുന്നു. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ശ്രീധരൻ മുന്നോട്ട് വെച്ചൊരു പദ്ധതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നത്. അതും ഇതിന് സമാനമായ നിലയിലാണ്. ഇപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോജക്ട് റിപ്പോർട്ട് അങ്ങനെ എന്തെങ്കിലും മന്ത്രിസഭയുടെ മുൻപിലേക്ക് എത്തിയിട്ടുണ്ടോ, അതോ ഇങ്ങനൊരു സാധ്യത പദ്ധതിക്ക് അംഗീകാരം നൽകുന്നതെന്നാണോ? പുതിയൊരു അതിവേഗ റെയിൽപാത പ്രഖ്യാപനമാണ് ഇപ്പോൾ സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. RRTS എന്ന് പറയുന്ന ഈ റെയിൽ പദ്ധതി അത് സംസ്ഥാന സർക്കാർ പരിഗണിച്ചിരിക്കുകയാണ്. അത് സംബന്ധിച്ചൊന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ സമർപ്പിക്കാൻ വേണ്ടി ഗതാഗത വകുപ്പിനെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം സിൽവർ ലൈൻ എന്നുള്ള പദ്ധതിയിലായിരുന്നു കേരളം പ്രതീക്ഷ അർപ്പിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നൊരു അനുകൂല നടപടി ഉണ്ടായില്ല. മാത്രമല്ല ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പും ഉണ്ടായ സാഹചര്യത്തിൽ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് ബുദ്ധിമുട്ടുണ്ട് എന്ന് മന്ത്രിസഭാ യോഗത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിവേഗ റെയിൽപാത എന്ന മറ്റൊരു പുതിയ ആശയത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ ഈ പദ്ധതി ചർച്ച ചെയ്യുമ്പോൾ ഡൽഹി മീററ്റ് റെയിൽപാത ഈ RRTS എന്ന് പറയുന്ന ആ പദ്ധതി ആ മോഡലിലുള്ള റെയിൽപാതയാണ്. അത് വിജയകരമായി പൂർത്തിയാക്കിയപ്പോൾ ആ മോഡലിൽ തന്നെ സംസ്ഥാനത്തും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു അതിവേഗ റെയിൽപാത നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി. അത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ അനുകൂല നിലപാടുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല പുതിയ പ്രോജക്റ്റ് സമർപ്പിച്ചാൽ അത് പരിശോധിക്കാമെന്ന് കേന്ദ്രം ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരം ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നതെന്നാണ് മന്ത്രിസഭാ യോഗം വിലയിരുത്തുന്നത്. അതിനൊപ്പം തന്നെ 20% സംസ്ഥാനവും 20% കേന്ദ്ര സർക്കാരും 60% അന്താരാഷ്ട്ര മേഖലയിൽ നിന്നുള്ള ഒരു സാമ്പത്തിക സ്രോതസ് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പദ്ധതിക്ക് വേണ്ടി. അതിനൊപ്പം ഇത് പൂർണ്ണമായും അതായത് നേരത്തെ തറനിരപ്പിലൂടെയുള്ള ഒരു പദ്ധതിയായിരുന്നു പരിഗണിച്ചിരുന്നതെങ്കിൽ ഇത് പൂർണ്ണമായും തൂണുകളിൽ കൂടെയുള്ള, അപ്പോൾ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ മറികടക്കാൻ കഴിയും എന്നാണ് മന്ത്രിസഭാ യോഗത്തിന്റെ വിലയിരുത്തൽ. ഏതാണ്ട് മണിക്കൂറിൽ 160 മുതൽ 180 വരെ കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന മുന്നോട്ട് വെച്ച പദ്ധതിയുമായി സാമ്യമുള്ളത് തന്നെയാണ്. ഇത് ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും ഏജൻസിയെ ഇതിന്റെ പഠനാർത്ഥം എന്തെങ്കിലും ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ടോ? വളരെ വേഗത്തിൽ ഇക്കാര്യത്തിലൊരു റിപ്പോർട്ടോ മറ്റോ തയ്യാറാകും? ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന് പദ്ധതി രൂപരേഖ സമർപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാനം എത്തി നിൽക്കുന്നത്. ഏതാണ്ട് ഈ പദ്ധതിക്കുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ഇനി കേന്ദ്ര സർക്കാരിൻ്റെ അനുമതികൾ കൂടിയാണ് ലഭിക്കേണ്ടത്. അത് സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് സംസ്ഥാനം ഇങ്ങനൊരു തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 583 കിലോമീറ്റർ വേഗതയിൽ ഇത്തരമൊരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ പദ്ധതിയുടെ മറ്റൊരു ഗുണകരമായ കാര്യം സർക്കാർ പരിഗണിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇങ്ങനെ ഒരു റെയിൽ പദ്ധതി കൊണ്ടുവരുമ്പോൾ ഇതിനെ മെട്രോയുമായി നഗര മെട്രോകളുമായി കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് കൊച്ചി മെട്രോയാണ് ഉള്ളത്. ഭാവിയിൽ കോഴിക്കോടും തിരുവനന്തപുരത്തും പുതിയ മെട്രോ സർവീസുകൾ കൂടി പദ്ധതിയിലുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തെയും കോഴിക്കോടെയും ഒപ്പം നിലവിലുള്ള കൊച്ചിയിലെയും മെട്രോ സർവീസുകളെ കൂടി ഈ റെയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ ഗതാഗത സൗകര്യം ഉണ്ടാക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി ഈ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന RRTS എന്ന റെയിൽ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബൃഹത്തായ ഒരു പദ്ധതിയാണ്. ഭാവിയിൽ സംസ്ഥാനത്തിൻ്റെ വലിയ ഗതാഗത പ്രതിസന്ധി പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിനുണ്ട് എന്നാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മഞ്ഞക്കുറ്റി സ്ഥാപിച്ചതു വരെയുള്ള ഘട്ടമാണ് എത്തി നിൽക്കുന്നത്. അതിപ്പോൾ വലിയ ബാധ്യത ജനങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മാതൃഭൂമി നിരന്തരം കഴിഞ്ഞ ദിവസവും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകിയിരുന്നു. അപ്പോൾ അത്തരം ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ട് ഇത് ഒരു എലവേറ്റഡ് രീതിയിൽ അതായത് തൂണുകളിലൂടെ മാത്രം പോകുന്ന ഒരു റെയിൽ പദ്ധതി എന്ന നിലയിലാണ് ഇപ്പോൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ